ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സ്വാഭാവികമായും ലേറ്റായി വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. ഞാനൊന്ന് ജസ്റ്റ് എല്ലാം നോക്കിയത് കണ്ടോ, ബലൂൺ ഞങ്ങൾ പണ്ട് സ്കൂളല്ല ഉത്സവത്തിനൊക്കെ പോയപ്പോൾ ഈ കുരങ്ങൻ്റെ ബലൂണൊക്കെ ഉണ്ടാക്കിയില്ല, അതാണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ മുഖത്തൊക്കെ ഫേസ് ആർട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനത്തോളം സ്റ്റാളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ കുറച്ച് നേരം പ്രസംഗങ്ങളൊക്കെ കേട്ടിരുന്നു. പൊതുവേ പണ്ട് പ്രസംഗമൊന്നും കേൾക്കാൻ ഇഷ്ടമല്ല, പ്രായത്തിന് ഇതാണോ എന്താണോ എന്നറിയില്ല. ഇപ്രാവശ്യം അങ്ങ് കേട്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഓരോന്നൊക്കെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പണ്ട് ഒന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണ്, അപ്പുറവും നോക്കുന്നല്ലാണ്ട് ഇതുവരെ പ്രസംഗമൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിരുന്നിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. യൂസഫിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ കേട്ടിരുന്നു. മക്കളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു വന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം പിണറായി വിജയൻ്റെ പ്രസംഗങ്ങളും ഇതൊക്കെ കേട്ടിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പിണറായി വിജയനെ കാണുന്നത്. പണ്ട് നാട്ടിൽ വി എസ് അച്യുതാനന്ദൻ വന്നപ്പോൾ താലപ്പൊലിയൊക്കെ എടുത്തിട്ട് പോയതാണ് കേട്ടോ ഞാൻ. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു രസം. അപ്പോൾ ഹസ്ബൻഡ് വലിയ ആഗ്രഹമായിരുന്നു കാണണമെന്ന്, അങ്ങനെ വന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഡാൻസ് ഇതൊക്കെ മിസ്സായിപ്പോയി കേട്ടോ. ഡാൻസൊക്കെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ വേറെ പ്രോഗ്രാമുള്ള അതും മിസ്സായിപ്പോയി. അതിനുശേഷം ഞങ്ങൾ ചെറിയ ബ്രേക്ക് എടുത്തത് അവിടെ ഗെയിമൊക്കെ നടക്കുന്നുണ്ട്. ഷാഹിയുടെയാണ്. ഷാഹിൻ്റെ ജസ്റ്റ് ഒരു പ്രൊമോ പോലെ അവർക്ക് ഗെയിം വിളിച്ച് ഒരു ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ കൈലാസിന് കിട്ടിയ ക്യാഷിനിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാ കുട്ടികൾക്കും അവർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എറിഞ്ഞാലും അതിൽ വീണാലും വീണില്ലേക്കാളും ഷാഹിയുടെ അത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ കനൽ ട്രൂപ്പിൻ്റെ ഗാനമേളയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നാടൻപാട്ട് സൂപ്പറായിരുന്നു കേട്ടോ. നല്ല എന്ന് വെച്ചാൽ അവർക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ അവരുടെ ഉദ്ഘാടന ചടങ്ങെല്ലാം കഴിയുമ്പോഴേക്കും ഒരു ടൈമായി. ഇപ്പോൾ അവർക്ക് ഇത്ര സമയത്തുള്ള അവിടെ 12 o'clock തീർക്കണം എന്നുണ്ട് ടൈമിൽ. അപ്പോൾ ഒരു 2-3 പാട്ട് പാടിയപ്പോൾ